അടുത്തൊരു കേസ് കാണാൻ പോവാണ്. ഇവിടെ നമ്മൾ കണ്ടത് പ്രീമിയം മെത്തേഡ് ആയിരുന്നു അല്ലെ, പ്രീമിയം മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. അതിലെന്താ നമ്മൾ പറയുന്നത്, ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇനി നോക്കൂ, ന്യൂ പാർട്ണറിന് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ന്യൂ പാർട്ണർ ഈസ് അണേബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. The new partner is unable to bring his share of goodwill in cash. ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് മറന്നു വരുത്തിട്ടോ, എല്ലാം കൂടി പൊട്ടിക്കുഴക്കരുത്, ഇത് ക്ലിയർ ആക്കണം. ഓക്കെ, വീഡിയോ ആണ്, പ്രശ്നമല്ല, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത കേസ് പറയട്ടെ. എന്താണ് കേസ്? If the new partner is unable to bring his share of goodwill in cash. കേസ് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഈ കേസ് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇതിൽ നമുക്ക് ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നുള്ള കേസ് തൽക്കാലം ഒഴിവാക്കാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലെ, എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നുള്ള കേസ് ഒഴിവാക്കി പകരം 30,000 രൂപയാണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്ന് പറയാം. 30,000 ആണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, സി ആണ് നമ്മുടെ ന്യൂ പാർട്ണർ. സി ആണ് 1/5 ആണ് ഷെയർ കൊടുക്കുന്നത്. 30,000 രൂപയാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ ഗുഡ്വിൽ എന്നുള്ള സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു പുതിയ ഗണി വരികയാണ്. എന്താണ്? സി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. സി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. സി നോക്കൂ, ഒരു 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ എഴുതി, നമുക്ക് എഴുതാൻ അറിയാലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ, അത് നമ്മൾ എഴുതി 20,000 എഴുതി. അതായത് സിക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്, അതിനുള്ള കഴിവൊക്കെ സിക്ക് ഉണ്ട്. പക്ഷേ he was unable to bring his share of goodwill in cash, or he is unable to bring his share of goodwill in cash. ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എൻട്രി ചെയ്തത്? അഡ്ജസ്റ്റ് ചെയ്യണല്ലോ, ഗുഡ്വില്ലിനെ അഡ്ജസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കണക്കൂട്ടുക? എത്രയാണ് സി കൊണ്ടുവരേണ്ടത്? സി കൊണ്ടുവരേണ്ടിയിരുന്നത് എത്രയാണ്? 6,000 രൂപ അല്ലെ, നമ്മൾ നേരത്തെ കണ്ടില്ലേ. 30,000 രൂപയാണ് ഫേമിന്റെ ഗുഡ്വിൽ, 1/5 ആണ് കൊണ്ടുവരേണ്ടത്. 6,000 രൂപയാണ് സി കൊണ്ടുവരേണ്ടത്. സി is required to bring rupees 6,000 as his share of goodwill, but he was unable to bring his share. അതാണ് കേസ്. ഓക്കെ, 6,000 കൊണ്ടുവരണം, പക്ഷെ അവന് കൊണ്ടുവരാൻ പറ്റണില്ല. അപ്പൊ എന്താ ചെയ്യാ? അവനെ അടങ്ങാറാക്കണ്ട. ഓക്കെ, തൽക്കാലം നമ്മൾ കടത്തിൽ എഴുതാം, തൽക്കാലം അവനെ കടക്കാരനാക്കാം. പറ്റൂക്കൽ എഴുതൂലേ എന്നുപോലെ അങ്ങനെ ചെയ്താൽ മതി. അവനെ ബുദ്ധിമുട്ടിക്കണ്ട, അവന്റെ പേരിലും കണ്ട് ഡെബിറ്റ് ചെയ്താൽ പോരെ. സി തരാനാണ്, സി തരാനാണ്. ആർക്കാണ് കൊടുക്കാനുള്ളത്? എക്കും ബിക്കും. സി തരാനാണ് അല്ലെ, ആർക്കാ കൊടുക്കാനുള്ളത്? എക്കും ബിക്കും. അപ്പൊ എന്തായിരിക്കും എൻട്രി? നിങ്ങൾക്ക് അറിയാത്. സിന്റെ പറ്റൂക്കൽ എഴുതാം നമ്മൾ. എങ്ങനെ എഴുതാം? സി ഡെറ്റർ അല്ലെ, സീസ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെറ്റർ. ഏറ്റവും നല്ല കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ സീസ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. സീസ് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ, സീസ് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു എ's capital to b's capital. C's current account debtor to a's capital account to b's capital account. നമ്മൾ നേരത്തെ എഴുതിയ എമൗണ്ട് ഇല്ലേ, അതേ എമൗണ്ട് തന്നെ. എത്ര നമ്മൾ നേരത്തെ എഴുതിയിരുന്നത്? 6,000 കൊണ്ടുവരുന്നത് 3:2 എന്നുള്ള റേഷ്യോയില് ഡിവൈഡ് ചെയ്യാം. അപ്പോ 3,600 2,400 എന്ന് പറഞ്ഞ്. ഓക്കെ, 3,600 2,400 അല്ലെ. 3,600 2,400 സിന്റെ കറണ്ട് അക്കൗണ്ടിൽ 6,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, സിന്റെ കറണ്ട് അക്കൗണ്ടിൽ 6,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ക്ലിയർ ആക്കി നോക്കൂ. സി ക്യാപിറ്റൽ കൊണ്ടുവന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. അതിന് പ്രശ്നമൊന്നുമില്ല. സി കൊണ്ടുവന്നുണ്ട്, ക്യാപിറ്റൽ കൊണ്ടുവന്നുണ്ട്. പക്ഷേ he was unable to bring his share of goodwill in cash. അതുകൊണ്ട് സിന്റെ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി കറണ്ട് അക്കൗണ്ടിലല്ല, ക്യാപിറ്റൽ അക്കൗണ്ടിലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. സീസ് കറണ്ട് അക്കൗണ്ട് ഓർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എ's ക്യാപിറ്റൽ ടു b's ക്യാപിറ്റൽ എന്നാണ് എഴുതുക. ഇതെങ്ങനെ വരുന്നത് അറിയില്ലേ? ടു എ ടു ബി എന്താ വരാൻ കാരണം?
നമ്മൾ പ്രീമിയം മെത്തേഡാണ് നേരത്തെ എഴുതിയ മെത്തേഡാണെങ്കിൽ എന്തായിരുന്നു എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡേറ്റഡ് പ്രീമിയം അക്കൗണ്ട് ഡേറ്റഡ് ടു എ ബി എന്ന് പറഞ്ഞില്ലേ. എക്കും ബിക്കും അവകാശപ്പെട്ടതാണ് അതല്ലേ. അത് കിട്ടിയിട്ടില്ല. അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടാനാണ്? സിന്റെ കയ്യിൽ നിന്ന് കിട്ടാനാണ്. ക്യാഷ് ആയിട്ട് കൊണ്ടുവരായിരുന്നെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ എൻട്രി എഴുതുമായിരുന്നു. ഇവിടെ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല സിക്ക്, അതുകൊണ്ട് സിയെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. സി ഡെറ്റർ കറണ്ട് ഓർ ക്യാപിറ്റൽ. സി ഡെറ്റർ 6000 ടു എസ് ക്യാപിറ്റൽ ടു ബിസ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിങ് റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നരേഷൻ ആയിട്ട് എഴുതുക. എന്താ എഴുതേണ്ടത്? സീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ distributed among all the partners in their sacrificing ratio. Okay, that's all. അവിടെ തീരെയാണ് പ്രശ്നം. പിന്നെ കൊണ്ടുവന്ന ക്യാഷ് കൊണ്ടുപോവാ, ഈ കൊണ്ടുവന്ന ഗുഡ്വിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രശ്നം അവിടെ ഇല്ലല്ലോ. അവിടെ ഇല്ല. കാരണം എന്താണ്? ഇത് കൊണ്ടുപോകാൻ മുതല് വേണ്ടേ, കൊണ്ടുപോകാൻ ക്യാഷ് വേണ്ടേ. ക്യാഷ് കൊണ്ടുവരാത്തോണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പൊ പിന്നീട് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നറിയോ? സി പൈസ ഉണ്ടാകുന്നത് കൊണ്ടുവരില്ല. കുറച്ച് കഴിഞ്ഞിട്ട് സി ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് അത് കൊണ്ടുവരും. ഓക്കെ, അത് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞില്ല, കാരണം അത് കുറെ കഴിഞ്ഞിട്ടത് സംഭവിക്കാം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? അപ്പൊ നമ്മൾ സിയെ തൽക്കാലം പറ്റുബുക്കിൽ എഴുതിയില്ലേ, സിന്റെ പറ്റുബുക്കിൽ നമ്മൾ എഴുതിയില്ലേ, ഡെബിറ്റ് ചെയ്തില്ലേ. അപ്പൊ സി പൈസ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വെട്ടിയ പോരെ. എങ്ങനെ വെട്ടുക? വെറുതെ വെട്ടല്ല അല്ലെ. ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ ടു സി എന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ ടു സി എന്ന് എഴുതുക. സീസ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ ടു സീസ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. എപ്പോ? അയാളെ ഗുഡ്വില്ലിന്റെ ക്യാഷ് പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത്. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നോക്കുക, ഇവിടെ നമ്മളോട് പറയാണ് ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. ഇവിടെ രണ്ട് ഗണിയുണ്ട്. ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല അതിന്റെ പുറമെ എന്ത് കൂടി ഉണ്ട്? സിക്ക് ക്യാഷ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. രണ്ട് പ്രശ്നങ്ങൾ. ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് rupees 20,000. Goodwill already existing rupees 20,000 and C was unable to bring his share of goodwill in cash എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതൊരു കൺഫ്യൂഷൻ അടിക്കാൻ പോകണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ we have to write off the existing goodwill. The entry will be എന്തായിരിക്കും? നമ്മൾ നേരത്തെ എഴുതിയില്ലേ, എന്തായിരിക്കും? ഓൾഡ് പാർട്ണേഴ്സിനെ ഡെബിറ്റ് ചെയ്യല്ലേ. എ ഡെറ്റർ ബി ഡെറ്റർ ടു ഗുഡ്വിൽ. എ ഡെറ്റർ ബി ഡെറ്റർ ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ കാണിക്കാം. ഓക്കെ, 20,000 അതുപോലെ തന്നെ 12,000 8,000. എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾഡ് ഗുഡ്വില്ലിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാണ്. റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്വില്ലിന് ക്രെഡിറ്റ് കൊടുത്തു. ഓൾഡ് പാർട്ണേഴ്സിനെ ഡെബിറ്റ് ചെയ്തു. ഏത് റേഷ്യോയില്? ഓൾഡ് റേഷ്യോയില്. അവിടെ കൺഫ്യൂഷൻ അടിക്കരുത് കേട്ടോ. റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറയുമ്പോ ഓൾഡ് റേഷ്യോയിലാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടതാണ്, വേറെ നിവൃത്തിയില്ല. അത് പഠിച്ചിരിക്കേണ്ടതാണ്. റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോയിലാണ്. ഓക്കെ, നേരെ മറിച്ച് പ്രീമിയത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇയാൾ കൊണ്ടുവന്നിട്ടില്ല എന്നാൽ പോലും അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഏതിലാണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലും പ്രശ്നമില്ലല്ലോ. നമുക്ക് ഇയാൾ ക്യാഷ് കൊണ്ടുവന്നില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അയാളുടെ പറ്റുബുക്കിൽ എഴുതി ഇല്ല. അയാളുടെ പറ്റുബുക്ക് എന്ന് പറയുന്നത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ആണ്. ശരിക്കും അയാളുടെ പറ്റുബുക്ക് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ആണ്. അപ്പൊ അതിൽ എഴുതുക സീസ് കറണ്ട് അക്കൗണ്ട് ഡേറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബിസ് ക്യാപിറ്റൽ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയോട് കൂടിയിട്ട് ആ ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് അവിടെ തീരാണ്. പിന്നീട് എപ്പോഴെങ്കിലും സി ആ ഗുഡ്വില്ലിന്റെ എമൗണ്ട് കൊണ്ടുവരുമ്പോ ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ ടു സീസ് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതിയാൽ മതി. ആ പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. ഓക്കെ, ക്ലിയർ ആണ്? റെഡി? ഇനി നോക്കും, ഗുഡ്വിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു പുതിയൊരു സംഗതി കൂടി നമ്മളിവിടെ കാണാൻ പോവാണ്. നമുക്ക് പണ്ട് കുറച്ച് മുന്നേ സിലബസ് ഇങ്ങനെ ആയിരുന്നില്ല സമയത്ത്, ഇങ്ങനെ ആവാത്ത സമയത്ത് റിവാലുവേഷൻ മെത്തേഡ്, മെമ്മോറാണ്ട് റിവാലുവേഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഇവിടെ അത്രയധികം മെത്തേഡൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ആ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കേസും കൂടി നോക്കും. പുതുതായിട്ട് നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ കേട്ടോ, 20,000 രൂപ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കേസ് തന്നെ എടുക്കാം നമുക്ക്.
ശ്രദ്ധിക്കാം, 20,000 rupees ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊടുത്തിട്ടുള്ള ഗുഡ്വില്ലിന്റെ വാല്യൂ. 30,000 രൂപയാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ സീൻ അഡ്മിറ്റ് ചെയ്യുന്ന അന്നത്തെ ഗുഡ്വില്ലിന്റെ വാല്യൂ 30,000 രൂപയാണ്. നമ്മൾ പറയാണ് goodwill will be kept in the books of accounts. The goodwill account should not be cancelled. The goodwill amount already existing in the books of accounts, rupees 20,000. It should not be cancelled. It need not be cancelled. It should remain in the books of accounts. എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇതിനെ തൊടാൻ പോണ്ട, നമ്മൾ വെട്ടിമാറ്റാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഇവിടെ വെട്ടിമാറ്റുന്നതിനെതിരായിട്ടുള്ള അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂല് അതിനെതിരായിട്ടുള്ള ചില അക്കൗണ്ടൻസ് ഉണ്ട്. അവർ പറയാണ് ഇതിനെ തൊടാൻ പാടില്ല. ഇറേസ് ചെയ്ത നേരത്തെയുള്ള ഗുഡ്വില്ലിനെ വെട്ടിമാറ്റരുത്. വെട്ടിമാറ്റാതെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ഇവനെ തൊടാതെ, ഈ 20,000 തൊടാതെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പറ്റും. ആകെ കൺഫ്യൂഷൻ ആക്കരുത്, എല്ലാം കൂടി പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയാണ് 20,000 rupees ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ വാല്യൂ നിലനിൽക്കുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് ആണ് എടുത്തു നോക്കിയാൽ അവിടെ 20,000 രൂപ കിടക്കുന്നുണ്ട് ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ശരിക്കും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലാതെ ഇപ്പൊ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ ഗുഡ്വിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണക്കൂട്ടി നോക്കുമ്പോൾ ഗുഡ്വില്ലിന്റെ വാല്യൂ 30,000 രൂപയുണ്ട്. അതാണ് ഇതിന്റെ മീനിങ്. എന്നിട്ട് നമ്മളോട് പറയണം ഈ 20,000 തൊടാൻ പാടില്ല, അതിനെ ക്യാൻസൽ ചെയ്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ച സാധനം ഏതാണ്? ഇത് എഴുതി വെച്ചിട്ടില്ല, ഇത് നമ്മൾ കണക്കൂട്ടിയിട്ടേ ഉള്ളൂ. 30,000 ഉണ്ട്, കണക്കൂട്ടിയിട്ടേ ഉള്ളൂ. ഇതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇങ്ങനെ അസറ്റ് സൈഡിൽ കിടക്കുന്ന സാധനം 20,000 രൂപയാണ്. നമ്മൾ പറയാണ് അതിനെ തുടരുത്. ഇറ്റ് നീഡ് നോട്ട് ബി ക്യാൻസൽഡ്, ഇറ്റ് ഷുഡ് റിമെയിൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക? വെട്ടിമാറ്റാതെ ഇതിനെ സോൾവ് ചെയ്യണം. അവിടെ നമ്മൾ നമ്മുടെ കോമൺ ലോജിക് ഉപയോഗിക്കുക, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. 20,000 രൂപയുടെ ഗുഡ്വില്ലിനെ ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം, അല്ലേ? 20,000 രൂപ ഉണ്ട്, ബുക്കിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 20,000 രൂപ ബുക്കിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. അതിനവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, 20,000 rupees നമ്മളവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എത്രയാണ് കാണിക്കാത്തത്, എത്രയാണ് നമ്മൾ എഴുതാത്തത്, അതിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് വിട്ടേക്ക്, ക്യാൻസൽ ചെയ്യാന്നുള്ള മെത്തേഡ് വിട്ടേക്ക്, അതിനെ ഒഴിവാക്കുക. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കും, മറച്ചൊന്ന് ചിന്തിച്ചു നോക്കും. 20,000 രൂപ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് സൈഡിൽ 20,000 rupees എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അസറ്റ് സൈഡിൽ കിടക്കുന്ന സാധനങ്ങളുടെയൊക്കെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് ആർക്ക് പോയിട്ടുണ്ട്? അസറ്റിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ബെനിഫിറ്റ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ ഗുഡ്വില്ലിന്റെ ബെനിഫിറ്റും നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ 20,000 രൂപയുടെ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ടെന്നല്ല. അതവിടെ കിടന്നോട്ടെ, ആ അസറ്റിൽ കിടക്കുന്ന സാധനം കിടന്നോട്ടെ, അതിന് നമ്മൾ തൊടാൻ പോണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി ഏക്കും വീക്കും കിട്ടിക്കിടക്കാണ്, അതിന് നമ്മൾ ടച്ച് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട പണി എന്താണെന്ന് അറിയോ? എത്രയാണോ ഗുഡ്വില്ലിന്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ളത് നോക്കുക. ഇന്നത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 30,000 ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്ന ഗുഡ്വില്ലിന്റെ വാല്യൂ 20,000 ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് എമൗണ്ട് ഉണ്ട്, അല്ലെ? 10,000 രൂപ. 10,000 രൂപ എങ്ങനെ കിട്ടിയത്? 30,000 നിന്ന് 20,000 രൂപ മൈനസ് ചെയ്തു. 30,000 മൈനസ് 20,000 എന്ന് പറയുന്നത് 10,000 rupees. ഈ 10,000 rupeesനെയാണ് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. 10,000നെയാണ് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. 20,000 ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് വേറെ, അത് തൽക്കാലത്തേക്ക് മറന്നേക്കാം. ഓക്കെ, ഇത് നമ്മൾ വേറൊരു കേസ്, വേറൊരു പോയിന്റ്, വേറൊരു ആംഗിളിലൂടെ പോവാണ്. ഓക്കെ, അക്കൗണ്ടൻസിന് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടാവും, അല്ലെ? പല ചിന്താഗതികളുണ്ടാവും. അപ്പൊ അതിൽ ഒരു അക്കൗണ്ടന്റ് പറയാണ്, ഈ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഗുഡ്വില്ലിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണ്ട, അതോടെ കടന്നോട്ടെ. എഴുതിയ സാധനം ഇതിനെ വെട്ടാൻ പോണ്, വെട്ടി നിരത്തണ്ട, അതോടെ കിടക്കട്ടെ. നമുക്ക് ഇനിയുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്താൽ പോരെ എന്നുള്ള. ഇനിയുള്ള എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ അതിനെ സോൾവ് ചെയ്താൽ പോരെ, അല്ലാതെ ആദ്യം മുതൽ തന്നെ തുടച്ച് നന്നാക്കി ക്യാൻവാസ് നന്നാക്കൊന്നും വേണ്ട. ഓക്കെ, എന്താണ് പ്രശ്നങ്ങൾ, വക്ക് മണി പൊട്ടിയത് എന്താ വെച്ചാൽ അത് നന്നാക്കിയാൽ പോരെ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ അവിടെ നോക്കും, 20,000 രൂപ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് എന്താണ്?
അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? എക്കും ബിക്കും ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടിക്കിടക്കാം. ഇനി അതിന് തൊടാൻ പോണ്ട. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് പറയും, 30,000 രൂപയാണ് ഇന്നത്തെ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഇവിടെ 20,000 ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാവണം 10,000-നെയാണ് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. ആ ഡിഫറൻസ് എമൗണ്ട് ആയിട്ടുള്ള 10,000-നെയാണ് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കി കിടക്കുന്നത്. 10,000 rupees മാത്രമാണ് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, 10,000 രൂപയാണ് ആ ഫേമിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കി കിടക്കണ ഗുഡ്വിൽ. ആ കേസ് ആദ്യം മനസ്സിലാക്കട്ടോ. 20,000 രൂപയെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 30,000 രൂപയാണ് ഫേമിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. ഇത് നമ്മൾ കണക്കൂട്ടി വെച്ച സാധനമാണ്. ഏതെങ്കിലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡോ ക്യാപിറ്റലൈസേഷൻ മെത്തേഡോ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇന്ന് സി എ അഡ്മിറ്റ് ചെയ്യുന്ന അന്ന് ഗുഡ്വിൽ വാല്യൂ ചെയ്തു 30,000 ഉണ്ട് എന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി 20,000 കിടക്കണമുണ്ട്. ഡിഫറൻസ് എത്രയാണ്? 10,000 രൂപ. അപ്പൊ ഗുഡ്വിൽ എമൗണ്ട് യെറ്റ് ടു ബി അഡ്ജസ്റ്റഡ് എത്രയാണ്? 10,000 രൂപ. ഒരു 10,000 കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുക. ഓക്കെ, 10,000 തന്നെ ഫേമിന്റെ ഗുഡ്വിലാണ്. അപ്പൊ സിന്റെ ഗുഡ്വിൽ എത്രയായിരിക്കും? C is required to bring only rupees 1/5 of 10,000 rupees. എത്രയാണ് വരിക? 2,000. 1/5 of rupees 10,000 equal 2,000 rupees. C is in this case, C is required to bring only rupees 2,000 as his share of goodwill. കൺഫ്യൂഷൻ അടിക്കണ്ട. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടി കടന്നിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ആകെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാകാം. അതായത് 20,000 രൂപയുടെ പ്രശ്നം തീർന്ന് കിടക്കും. 20,000 രൂപയുടെ പ്രശ്നം തീർന്നിട്ടുണ്ട്, കാരണം ബാലൻസ് ഷീറ്റിൽ അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30,000 രൂപയാണ് ഇന്നത്തെ വാല്യൂ ഓഫ് ഗുഡ്വിൽ. അപ്പൊ 10,000 രൂപയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഫേമിന്റെ മൊത്തത്തിൽ 10,000 രൂപയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. അങ്ങനെയാണ് സിന്റെ ഷെയർ എത്രയാണ്? 1/5 ആണ്. C is required to bring only rupees 2,000 as his share of goodwill. The entry will be എന്തായിരിക്കും? നമ്മൾ എഴുതണം. 20,000 രൂപ തൊടാൻ പോകണട്ടോ, അതോടെ കിടന്നോട്ടെ. ആകെ നമ്മൾ എഴുതാനുള്ള എൻട്രി എന്താണെന്ന് അറിയാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2,000 to premium 2,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ to premium 2,000. പ്രീമിയം ഡെറ്റർ നമ്മൾ നേരത്തെ എഴുതിയില്ലേ? പ്രീമിയം ഡെറ്റർ to A to B. പ്രീമിയം ഡെറ്റർ 2,000 to A. എത്ര വരും? 4 1,200 800 അല്ലേ? 1,200 800. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. എന്താണ് എൻട്രി എഴുതുക നമ്മള്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം. C brought his share of goodwill as premium rupees 2,000. Goodwill distributed among old partners in their sacrificing ratio. അവിടെ കൺഫ്യൂഷൻ അടിക്കണ്ട. ഈ 6,000 കൊടുന്ന സി ഇപ്പൊ 2,000 കൊണ്ടുവരണോളൂ. അപ്പൊ മറ്റൊരു നഷ്ടല്ലേ എന്നും തോന്നണ്ട. നഷ്ടല്ല, അതിന്റെ പിന്നിലൊരു ലോജിക്ക് ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞു തരും, പ്രശ്നമാക്കണ്ട കേട്ടോ. ഇപ്പൊ അതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് അപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ക്ലിയർ ആക്കുക. 20,000 ഓൾറെഡി അവിടെ ഉണ്ട്, അതുകൊണ്ട് ഇതിനെ തൊടാൻ പോവാതെ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള 10,000 മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 2,000 രൂപയെ സി കൊണ്ടുവരേണ്ടതുള്ളൂ. ആ സി കൊണ്ടുവരുന്ന 2,000 രൂപ ഇവിടെ കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം, പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു എ ടു ബി. റെഡി അല്ലേ? ഓക്കെ, ഒരു പോയിന്റ് കൂടി കൂട്ടി പറയാം. തോന്നും ഈ കേസിലും ആകെ ഗണിയാണ് അല്ലെ? ആ കേസിലും നമ്മൾ പറയാണ് സി വാസ് അൺഎബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. പ്രശ്നമൊന്നുമില്ല, ഒന്ന് ചിന്തിച്ചാൽ മതി. ചെറിയൊരു ഐഡിയ, ഒരു താല്പര്യം ഉണ്ടായാൽ മതി ഇതിൽ കേട്ടോ. ചെറിയൊരു തലങ്ങനെ കൊടുത്താൽ മതി. മന്മാരെ അങ്ങോട്ടും കൊണ്ട് പോകണ്ട. അപ്പോൾ ഇഷ്ടംപോലെ സമയമല്ലേ നമുക്ക്. ഈ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇതിൽ ചിന്തിച്ചിരിക്കുക. നോക്ക്, ഇവിടെ നമ്മളോട് പറയാണ് സി വാസ് അൺഎബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. ആകെ 2,000 രൂപ കൊണ്ടുവരേണ്ടേ ഉള്ളൂ, അതും അവന് കൊണ്ടുവരാൻ പറ്റണില്ല. എന്തായിരിക്കും എൻട്രി എഴുതുക? നമ്മള് ക്യാഷ് എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല അല്ലെ? ക്യാഷും പ്രീമിയം ഒക്കെ വെട്ടി നമ്മൾ എഴുതും. എന്താണ്? സി ഡെറ്റർ 2,000 to A to B. C is capital or C is current account. C is current account debtor to A's capital to B's capital. ഏത് കേസിൽ? സിക്ക് ക്യാഷ് ബ്രിങ് ചെയ്യാൻ പറ്റാത്ത കേസിൽ. ഓക്കെ ആണല്ലോ?
കൺഫ്യൂഷൻ അടിക്കരുത്, കൃത്യമായിട്ട് റീഅടിച്ച് റിവൈൻഡ് ചെയ്ത് കാണും. ഓക്കെ, ഈ കേസ് ഒന്നും കൂടി നിങ്ങൾ ക്ലിയർ ആക്കണം. അതായത് നമ്മൾ ഇങ്ങനെ പറയാണ്, ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിൽക്കുന്നുണ്ട്. ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്താണ്, അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയണം തൊട്ട് ബാക്കിൽ, ഇറ്റ് നീഡ് നോട്ട് ബി ക്യാൻസൽഡ്, ഇറ്റ് ഷുഡ് റിമെയിൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് ബുക്കിൽ തന്നെ കിടന്നോട്ടെ, അതിന് തൊട്ടാൻ പോകണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ട് എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി ആവാം കേട്ടോ. ഇനി നമുക്ക് ഒരൊറ്റ കേസ് കൂടി കേട്ടോ, ചെറിയൊരു കേസ്, ഒറ്റ കേസ് കൂടി. നമുക്കറിയാം ഈ കേസിൽ സി കൊണ്ടുവരേണ്ട പൈസ എത്രയാണ്, 6000 രൂപയാണ് അല്ലെ. ഗുഡ്വില്ലായിട്ട് കൊണ്ടുവരേണ്ടത് 6000 രൂപയാണ്. സിക്ക് ആകെ 3000 രൂപയെ കൊണ്ടുവരാൻ പറ്റണുള്ളൂ. സിക്ക് ആകെ 4000 രൂപയെ കൊണ്ടുവരാൻ പറ്റണുള്ളൂ എന്ന് അസ്യൂം ചെയ്യും. സിക്ക് 4000 റുപ്പീസെ കൊണ്ടുവരാൻ പറ്റണുള്ളൂ, 2000 രൂപ കൊണ്ടുവരാൻ പറ്റണില്ല. പാർട്ട് പേയ്മെന്റ് ആണ്. അങ്ങനെയല്ലേ നമ്മള് ഇപ്പൊ ടൂറൊക്കെ പോകുന്ന സമയത്ത്, പൈസ അയക്കുന്ന സമയത്ത് 2000 രൂപയാണ് ടൂറ്. പ്രാവശ്യം നമുക്ക് നിർഭാഗ്യവശാൽ അതും ഇല്ല അല്ലെ. ഓക്കെ, 2000 രൂപ എന്ന് പറയുമ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു 500 രൂപ തരും, പിന്നെ 500 രൂപ തരും, ആ രൂപത്തിലാണ് അല്ലെ. എന്ന പോലെ ഇവിടെ സിക്ക് 6000 രൂപയാണ് ഗുഡ്വില്ലിലേക്ക് കൊണ്ടുവരേണ്ടത്. പക്ഷെ സിക്ക് 6000 രൂപ കൊണ്ടുവരാൻ പറ്റണില്ല. അപ്പൊ 4000 രൂപ തരുന്നത്, ബാക്കി 2000 പിന്നെ തരാന്ന് പറയാണ്, കടം പറയാണ്. അങ്ങനെ ഒരു കേസിൽ പ്രീമിയം മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നോക്കൂ, സി കൊണ്ടുവരുന്നത് എത്രയാണ്, കൊണ്ടുവരേണ്ടത് എത്രയാണ്, 6000 രൂപ. ഇപ്പൊ കൊണ്ടുവരുന്നത് എത്രയാണ്, അഡ്വാൻസ് തരുന്നത് എത്രയാണ്, 4000 രൂപ. ഇനി 2000 തരാൻ ബാക്കിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊണ്ടുവരുന്ന ക്യാഷ് ആയിട്ട് കാണിക്കാം, ബാക്കി 2000 പറ്റ് ബുക്കിൽ എഴുതുക. അവന്റെ പേരിൽ എഴുതിയാൽ പോരെ, പ്രശ്നം തീരില്ലേ. നോക്ക്, ക്യാഷ് കൊണ്ടുവന്ന എത്ര ഇടും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 4000 ടു പ്രീമിയം 4000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 4000 ടു പ്രീമിയം 4000. കൊണ്ടുവന്ന പൈസ എത്രയാണ്, 4000 രൂപ. അത് അവന്റെ പിന്നെ പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു 4000 രൂപ. ഇനി നോക്കാം, യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടിയിരുന്നത് എത്രയാണ്, 6000 രൂപ കൊണ്ടുവരണം. എന്നിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. പക്ഷെ ഇവിടെ 4000 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 4000 പ്രീമിയത്തിൽ കാണിച്ചിട്ടുണ്ട്, ബാക്കി 2000 പറ്റ് ബുക്കിൽ കാണിക്കണം. ഓക്കെ, കാണിക്കാം നമുക്ക്. നമ്മൾ എഴുതാണ് പ്രീമിയം ഡെറ്റർ 4000, സീസ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ, പറ്റ് ബുക്ക് കേട്ടോ, സീസ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ 2000, സീസ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു എ ടു ബി. ഓക്കെ, ടു എ ടു ബി. അപ്പോ 4000 2000 ആണ് മൊത്തത്തിൽ വരുന്നത് അല്ലെ. 6000 രൂപയുടെ ബെനിഫിറ്റ് എക്കും ബിക്കും കിട്ടണം. എത്രയാണ് എക്കും ബിക്കും കിട്ടാൻ നോക്കും, 5 6 12 30, നേരത്തെ പറഞ്ഞല്ലേ 38ഉം 2200, 3800ഉം 2200. ഏത് റേഷ്യോ ആണത്, സാക്രിഫൈസിങ് റേഷ്യോ. എമൗണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കൂ, പ്രീമിയം ഡെറ്റർ 4000. ഈ പ്രീമിയം ഡെറ്റർ ഏതാണ്, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന 4000 രൂപ. കൊണ്ടുവരാത്ത പൈസ ഇല്ലേ, 2000 രൂപ കൊണ്ടുവരാത്ത പൈസ ഉണ്ട്. ഓക്കെ, അത് കാണിച്ചു 2000 പറ്റ് ബുക്കിൽ എഴുതി. ആർക്കാ അവകാശപ്പെട്ടത്, എക്കും ബിക്കും. അവിടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തപ്പോ എക്ക് 3800 അല്ലേ, 3600 അല്ലേ വരാം. അതാണ് ഡൗട്ട് അടിച്ചത്. 3600ഉം 2400. ഓക്കെ, 3600 2400 സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് കഴിയാണ്. ഇനി ചെറിയ 1-2 കേസുകളും കൂടി ഉണ്ട്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പ്രശ്നമില്ലല്ലോ, ക്ലിയർ ആക്കാം കേട്ടോ. അതായത് റിവൈൻഡ് ചെയ്ത് കൃത്യമായിട്ട് കാണാം, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും വാട്സപ്പിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതികൾ നോക്കാം. ഒന്ന്, പ്രീമിയം മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. അതില് ന്യൂ പാർട്ണർ ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് ബ്രിങ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ എൻട്രി എഴുതുന്നു. ആ ക്യാഷിനെ ഓൾഡ് പാർട്ണേഴ്സിന് അവരുടെ അക്കൗണ്ടിലേക്ക് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുള്ള എൻട്രി എടുക്കുന്നത്. പിന്നീട് ആ കൊണ്ടുവന്ന ക്യാഷ് പാർട്ണേഴ്സ് വിഡ്രോ ചെയ്യാം. ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്, ഹാഫ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. കേസ് നമുക്കറിയാം.
പിന്നീട് നമ്മൾ കണ്ടത് ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എങ്കിൽ, ഓക്കെ, അതായത് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ഓഫ് ദ ഓൾഡ് ഗുഡ്വിൽ. The goodwill already existing in the books of accounts. You have to write off the goodwill already existing in the books of accounts. The entry will be old partners capital account debtor to goodwill now. A debtor, B debtor to goodwill now. Old ratio distribute ചെയ്യും. അതോടുകൂടി ആ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഗുഡ്വില്ലിന്റെ പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. പ്രശ്നം അവിടെ തീരാണ്. ഇപ്പൊ ക്യാൻവാസ് വൃത്തിയായി. ഇനി എന്താ ചെയ്യുന്നത്? ന്യൂ പാർട്ണർ ഗുഡ്വിൽ പ്രിന്റ് ചെയ്യുന്നു, അത് എഴുതുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് എഴുതുന്നു, ആ കൊണ്ടുവന്ന ക്യാഷ് കൊണ്ടുപോകുന്നു, അത് എഴുതുന്നു. സാധാരണ നമ്മൾ എഴുതുന്ന എൻട്രികൾ എഴുതും. ഓക്കെ, മറ്റൊരു കേസ് കണ്ടത് നോക്കും. നമ്മളോട് പറയാണ് ഗുഡ്വിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവനെ തുടരരുത്, അതിനെ തൊടാൻ പാടില്ല, അതവിടെ നിന്നോട്ടെ വേണം. ആ കേസിലാണ് നമ്മൾ ഡിഫറൻസ് എമൗണ്ട് എടുത്തിട്ട് അതിലേക്കുള്ള ഗുഡ്വിൽ മാത്രം സീനോട് ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ നമ്മൾ കണ്ടത് സിക്ക് ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റണില്ല, ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണില്ല എങ്കിലോ സിന്റെ പറ്റുബുക്കിൽ എഴുതുക സി ഡെറ്റർ ടു ഓൾഡ് പാർട്ണേഴ്സിന് എഴുതും. ഓക്കെ, സി ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ണേഴ്സിന് എഴുതുക. ഓൾഡ് പാർട്ണേഴ്സ് തന്നെയാണ് സാക്രിഫൈസിങ് പാർട്ണേഴ്സ്. ഓക്കെ, സിന്റെ പറ്റുബുക്കിൽ എഴുതി. മറ്റൊരു കേസ് നമ്മൾ കണ്ടു നോക്കൂ. പാർട്ട് പേയ്മെന്റ് ആണ്, കുറച്ച് പൈസ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ, കുറച്ച് കൊണ്ടുവരാൻ പറ്റണമില്ല. അപ്പൊ എന്താ ചെയ്യുക? കൊണ്ടുവന്നത് പ്രീമിയത്തിൽ കാണിക്കുക, കൊണ്ടുവരാത്തത് പറ്റുബുക്കിലും കാണിക്കുക. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം, പിന്നെ പ്രീമിയം ഡെറ്റർ സീസ് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു എ ടു ബി എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആക്കണം കൃത്യമായിട്ട്. ഈ ക്ലാസ് നിങ്ങൾ 1, 2, 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കാണാം, ക്ലിയർ ആക്കുക. ഗുഡ്വിൽ ട്രീറ്റ്മെന്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് ക്ലിയർ ആക്കുക, വൃത്തിയായിട്ട് ചെയ്യും. എന്നിരുന്ന അസൈൻമെന്റ്സും കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ നിങ്ങളെ മെസ്സേജ് ഞാൻ പറഞ്ഞ പോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് കോപ്പി അടിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ക്ലാസ് കണ്ട് നിങ്ങളായിട്ട് സോൾവ് ചെയ്യണം, എങ്കിലും അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം പറഞ്ഞ പോലെ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.